പണം മോഷ്ടിച്ചുവെന്നാരോപിച്ച് 6ാം ക്ലാസ് വിദ്യാർത്ഥികളായ സഹോദരങ്ങളെ ക്രൂരമായി മർദ്ദിച്ചു എന്ന് പരാതി. കൊല്ലം പുനലൂരിൽ വെട്ടിത്തിട്ടയിലെ ലിവിംഗ് വാട്ടർ എന്ന സ്ഥാപനത്തിനെതിരെയാണ് പരാതി. കുട്ടികളെ തലകീഴായി കെട്ടിത്തൂക്കിയെന്നും പരാതിയിൽ പറയുന്നു. രക്ഷിതാക്കളുടെ പരാതിയിൽ 2 പേരെ കസ്റ്റഡിയിലെടുത്തു. കണ്ണൻ നായരാണ് വിവരങ്ങളുമായുള്ളത്. കണ്ണൻ, വളരെ മനുഷ്യത്വരഹിതമായ പെരുമാറ്റം 2 കുട്ടികൾക്കെതിരെ ഉണ്ടായി എന്നാണ് സൂചന. എന്താണ് സംഭവിച്ചത്? ആരാണ് ഈ അതിക്രമികൾ? ഈ വ്യാഴാഴ്ചയാണ് അഭിലാഷി സംഭവം ഉണ്ടാകുന്നത്. അവിടെ ഒരു ഗതിയും ഇല്ലാത്തതുകൊണ്ടാണ് ആ 2 കുട്ടികളെ രക്ഷിതാക്കൾ ആ സ്ഥാപനത്തിൽ പഠിക്കാനായി വിട്ടത്. 30ഓളം കുട്ടികളുണ്ട്. അതിൽ 27 കുട്ടികൾ ഈ വെക്കേഷൻ സമയത്ത് അവരുടെ രക്ഷിതാക്കൾ വന്ന് അവരുടെ വീടുകളിലേക്ക് കൊണ്ടുപോയി. പിന്നീടുണ്ടായിരുന്ന 3 കുട്ടികളാണ്. അതിൽ ഇപ്പോൾ ഒരു വിദ്യാർത്ഥി, 6ാം ക്ലാസ്സുകാരനായിട്ടുള്ള വിദ്യാർത്ഥി, അത് ആ കുട്ടിയുടെ കാലിൽ കയറ് കെട്ടിയാണ് കെട്ടിത്തൂക്കിയെന്നുള്ള ആരോപണം വന്നിരിക്കുന്നത്, പരാതി വന്നിരിക്കുന്നത്. ആ കുട്ടിയും ആ കുട്ടിയുടെ സഹോദരനും മറ്റൊരു വിദ്യാർത്ഥിയുമായിരുന്നു ഉണ്ടായിരുന്നതും. കഴിഞ്ഞ ദിവസം ഈ പാചകക്കാരനായിട്ടുള്ള വ്യക്തിയുടെ പണം നഷ്ടമായി, 500 രൂപ നഷ്ടമായി എന്നുള്ള കാര്യം അറിയുന്നു. അത് ഈ 6ാം ക്ലാസ്സുകാരനായിട്ടുള്ള വിദ്യാർത്ഥിയാണ് എടുത്തതെന്നുള്ള സംശയം ഉയരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വിദ്യാർത്ഥിയെ കാര്യങ്ങൾ ചോദിക്കുന്നു. എന്നാൽ വിദ്യാർത്ഥി താൻ പണം എടുത്തിട്ടില്ല എന്ന് പലതവണ പറഞ്ഞിട്ടും അത് വിശ്വസിക്കാൻ തയ്യാറാവാത്ത ഒരവസ്ഥയാണ് ഉണ്ടായത്. അതിനുശേഷമാണ് ഈ കുട്ടിയെ കെട്ടിത്തൂക്കിയത്, കയറിൽ കെട്ടിത്തൂക്കിയതെന്നാണ് പരാതി. പിന്നീട് വീണ്ടും അങ്ങനെ കെട്ടിത്തൂക്കിയ ശേഷം വീണ്ടും ചോദ്യം ചെയ്തു. അപ്പോഴും കുട്ടി പറഞ്ഞു താൻ പണം എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ രക്ഷിതാവിനെ ഇവിടെയൊക്കെ വിളിച്ചു വരുത്തിയ ശേഷം ഈ കുട്ടികളെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുപോകണം എന്നുള്ള നിർദ്ദേശം നൽകുകയായിരുന്നു. എന്താണ് കാര്യമെന്ന് ആദ്യം പറഞ്ഞില്ല. പിന്നീട് കുട്ടി രക്ഷിതാവ് വീട്ടിലെത്തിയ ശേഷം കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു ക്രൂരപീഡനം ഈ കുട്ടിക്ക് നേരിടേണ്ടി വന്നു എന്നുള്ള ഒരു കാര്യം കുട്ടി തുറന്നു പറഞ്ഞതും. അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പുല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് ഈ കുട്ടിയുടെ വൈദ്യപരിശോധന നടത്തി. ആ കുട്ടിയുടെ ശരീരത്ത് വേദനയും ശരീരമാസകലം വേദനയൊക്കെ ഉണ്ട്. അതുകൊണ്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ആരോഗ്യ വകുപ്പിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ കൂടി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ കുട്ടിയെ പുല്ലൂർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുകയും ഒപ്പം തന്നെ പരാതി നൽകുകയും ചെയ്തത്. ഈ സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് നിയമപ്രകാരവും അതുപോലെ തന്നെ ഭാരതീയ നിയമസംഹിത നിയമപ്രകാരമൊക്കെയാണ് കേസെടുത്തിരിക്കുന്നത്. 2 പേർ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുണ്ട്. ഈ 2 പേരെയും റിമാൻഡ് ചെയ്യുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും അതിക്രൂരമായിട്ടുള്ള ഒരു പീഡനമാണ് ഈ കുട്ടികൾ നേരിടേണ്ടി വന്നത്. കാര്യം കുട്ടികളുടെ ബന്ധുവിന്റെ പ്രതികരണം ലഭ്യമാണ്. നമുക്കത് കണ്ടതിന് ശേഷം ഞാൻ കണ്ണനിലേക്ക് വരാം. എൻ്റെ കുട്ടികളെ ഈ വെട്ടിത്തിട്ട ലിവിംഗ് വാട്ടർ എന്ന് പറഞ്ഞ ഹോസ്റ്റലാണ് പഠിച്ചിരുന്നത്. അപ്പോൾ അവരുടെ വെക്കേഷൻ ഞാൻ ഈ 30-ാം തീയതി വൈകിട്ട് 8 മണിക്കാണ് അവർ വരുന്നത്. അവരെ കൊണ്ടുപോകാൻ വേണ്ടി അവരെ കൊണ്ടുപോയി ഇവിടുന്ന് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരെ വിഷമിച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ ചോദിച്ചു എന്ത് പറ്റിയതെന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞു, ചാച്ചാ ഹോസ്റ്റലിൽ ഒരു പ്രശ്നം നടന്നു. അവിടെ പാചകത്തിന് നിൽക്കുന്ന ഒരു ചേട്ടൻ്റെ 500 രൂപ മിസ്സായി. അത് എൻ്റെ ഇളയ മോനെ എടുത്തത്, ക്ലീറ്റസ് എന്നാണ് അവൻ്റെ പേര്, അവനെ എടുത്തതെന്നും പറഞ്ഞുകൊണ്ട് ഈ പുള്ളി ഒത്തിരി അയാളെ ഉപദ്രവിച്ചു. അവിടുന്ന് ഇവർ കിടക്കുന്ന റൂമിൽ കൊണ്ടുപോയിട്ട് കാലി കയറ് കെട്ടി ഫാൻ്റെ ഹുക്കിനകത്തിട്ടിട്ട് തൂക്കി പകുതി മേളിൽ പിടിച്ചു നിർത്തിയിട്ട് അവനെ ഒത്തിരി അടിച്ചിട്ട് പറഞ്ഞു സത്യം വരാതാന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു അങ്ങനെ ചെയ്തിട്ടില്ല. അവൻ കരഞ്ഞു പറഞ്ഞിട്ട് ഇവർ കേട്ടില്ല. പകുതിക്ക് കൊണ്ടുവന്ന് നേരെ കുഞ്ഞിനെ താഴ്ത്തിട്ടു.